ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ ഈ സുന്ദര ദിവസത്തിലും എനിക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മടി കൂടാതെ മഹത്വത്തിൻ്റെ രാജാവിൻ്റെ വചനം പ്രഘോഷിപ്പാൻ ലഭിക്കുന്ന ഏതൊരു ചെറുതും വലുതുമായ അവസരങ്ങളെ ഏറ്റവും വിലമതിക്കപ്പെട്ടതായി കണ്ട് ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മക്കളോട് വചനത്തിൻ്റെ ഉള്ളറകളിൽ കിടക്കുന്ന ആത്മീക രഹസ്യങ്ങളെ പങ്കുവയ്ക്കാൻ സ്വർഗം എന്നെ അനുവദിക്കുന്നതിന് നിയോഗിച്ചതിന് എൻ്റെ കർത്താവിനെ ഒരുപാട് സ്തുതിച്ചുകൊണ്ട് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന ഏവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും ഒപ്പം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം പുറപ്പാട് പുസ്തകം 39 അധ്യായം 1 വാക്യമാണ്. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. പുറപ്പാട് 39:1. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് വിശുദ്ധ മന്ദിര ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രവും അഹരോന് വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി. ഒന്നുകൂടെ ഞാൻ ആ വാക്യത്തിൻ്റെ പ്രധാന ഭാഗം പറയാം. മോശയോട് ദൈവം കൽപ്പിച്ചതുപോലെ അവർ അഹരോന് വേണ്ടി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രവും വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി. ഈ വാക്യത്തിൽ അഹരോന് വസ്ത്രം നെയ്തു കൊടുത്തതിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. വെറുതെ അവർക്ക് തോന്നിയതുപോലെ ഒരു ഡിസൈൻ ചെയ്തെന്നല്ല. ഈ വാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ദൈവം മോശയോട് പറഞ്ഞതുപോലെ എന്നതാണ്. ദൈവം മോശയോട് പറഞ്ഞു. എന്തു പറഞ്ഞു? അഹരോന് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ശ്രദ്ധിച്ചു ഈ ഭാഗം വായിച്ചപ്പോൾ. ആ പാളയത്തിൽ മറ്റാരുടെയും വസ്ത്രധാരണം ഇന്ന രീതിയിലായിരിക്കണമെന്നോ മോശ ഉൾപ്പെടെ ഇന്ന തരത്തിലെ വസ്ത്രം ധരിക്കണമെന്നോ ഇന്ന കളറിലുള്ള വസ്ത്രം ധരിക്കണമെന്നോ ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അഹരോൻ്റെ കാര്യത്തിൽ മാത്രം ദൈവം പ്രത്യേകമായി മോശയോട് പറഞ്ഞു, മോശേ, നിൻ്റെ ചേട്ടൻ അഹരോന് നിൻ്റെ കൂടെ നിൽക്കുന്ന കൗശലപ്പണികൾ നെയ്തെടുക്കാനൊക്കെ കഴിവ് കൊടുത്തിരിക്കുന്ന സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആ പണിക്കാരോട് അഹരോന് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കാൻ പറയണം. അത് ഡിസൈൻ ചെയ്തത് ദൈവമാണ്. ഇന്ന രീതിയിലായിരിക്കണം, അതിൻ്റെ പാർട്ട് ഇന്നതായിരിക്കണം, അതിൻ്റെ കളറ് ഇന്നതായിരിക്കണം. വേറെ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല ദൈവമക്കളെ. ഞാനത് ചിന്തിച്ചു. മാത്രമല്ല ഈ വസ്ത്രത്തിന് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശേഷ വസ്ത്രവും വിശുദ്ധ വസ്ത്രവും. വേദപുസ്തകത്തിൽ വസ്ത്രം എന്നതൊരു പ്രഭാഷണ വിഷയമാണ്, ചിന്തിക്കുന്നവർക്കൊരു പഠന വിഷയമാണ്. ആത്മീകമായിട്ടും ഭൗതികമായിട്ടും പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങളിൽ വസ്ത്രത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഒട്ടനവധി വാക്യങ്ങളുണ്ട്. അനുഗ്രഹീത ദൈവദാസന്മാർ വേദപുസ്തകത്തിനകത്തുനിന്ന് 10-12 തരം വസ്ത്രങ്ങളെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്ന ഞാൻ കൗതുകത്തോടെ സ്തോത്രത്തോടെ കണ്ണിമ ചിമ്മാതെ അവരുടെ മുഖത്തേക്ക് മാത്രം നോക്കിയിരുന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് പ്രസംഗം കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഗൗരവത്തോടെ കാര്യഗൗരവത്തോടെ വചനം കീറിപ്പൊളിച്ച് അതിനകത്ത് മർമ്മങ്ങൾ പറഞ്ഞു തരുന്ന കർത്തൃദാസന്മാരെ അവരുടെ മുമ്പിൽ ശുശ്രൂഷിക്കിരിക്കുമ്പോൾ അശ്രദ്ധരാകാതെ അവരുടെ മുഖത്തുനിന്ന് കണ്ണു പറിക്കാതെ ഞാൻ നോക്കിയിരിക്കും. എന്നെക്കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ അതിനകത്തുള്ള എല്ലാം കുത്തിക്കുറിച്ചെടുക്കും. കാരണം എനിക്ക് വചനം ഭയങ്കര ഇഷ്ടമാണ്, വചന ശുശ്രൂഷകരെ ഇഷ്ടമാണ്, വചന വ്യാഖ്യാനം ഇഷ്ടമാണ്. അല്ലാതെ എനിക്ക് മാത്രം പറയണം, എൻ്റെ മാത്രം നല്ലതെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. ശ്രദ്ധിക്കും, സൂക്ഷിക്കും. അപ്പോൾ വചനം ഞാൻ ഓർക്കുന്നു, 10-12 തരം വസ്ത്രങ്ങളെ ആത്മീകമായിട്ടും ആലങ്കാരികമായിട്ടും വേദപുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ 1.5-2 മണിക്കൂർ ആളുകളെ ആത്മീക ചിന്തയിലേക്ക് നയിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു നിന്നാൽ വിഷയം പൂർത്തീകരിക്കാൻ പറ്റില്ല. വേദപുസ്തകത്തിലെ പ്രധാന വിഷയമാണ് വസ്ത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാളയത്തിൽ വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രവും വിശുദ്ധ വസ്ത്രവും. 2 പേരുകൾ തന്നെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാനുണ്ട്. എന്താണെങ്കിലും അഹരോന് ദൈവമായ കർത്താവ് പറഞ്ഞു, അഹരോനൊരു വിശേഷ വസ്ത്രം ധരിക്കട്ടെ, വിശുദ്ധ വസ്ത്രം ധരിക്കട്ടെ. ബാക്കിയുള്ള ആരെക്കുറിച്ചും ഏത് തരം വസ്ത്രം ധരിക്കണം എന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല.
പക്ഷെ ദൈവം ശ്രദ്ധിച്ചു. ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു നമ്മുടെ ദൈവത്തെക്കുറിച്ച്. എനിക്ക് വസ്ത്രമൊന്നുമല്ല ഇന്നത്തെ ചിന്ത ദൈവമക്കളെ. പക്ഷേ ദൈവം നമ്മളെ ഇത്രയും സമൂഹത്തിൻ്റെ മധ്യത്തിൽ, ദൈവമാണെന്ന് എനിക്കറിയാം, സർവജ്ഞാനിയാണെന്ന് എനിക്കറിയാം. പക്ഷേ കൊച്ചു ഹൃദയം കൊണ്ട് ഞാൻ ചിന്തിച്ചു പോകുന്ന കൊച്ചു കൊച്ചു ചിന്തകളാണ് നിങ്ങളോട് ഈ പറയുന്നത് കേട്ടോ. നമ്മളൊക്കെ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് പോലും ദൈവത്തിന് ചിന്തയും വിചാരവും ഉണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, എടാ വസ്ത്രത്തേക്കാൾ വലുതല്ലേ ശരീരമെന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് ചിന്തയും വിചാരവും അതിനെക്കുറിച്ച് ദൈവത്തിന് അഭിപ്രായവും കൽപ്പനയും ഉണ്ടെങ്കിൽ ശരീരത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ദൈവത്തിന് എത്ര അധികമായിട്ടുണ്ടാകും ദൈവമക്കളെ. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ? ഇനി അതുമല്ല ഞാൻ ചിന്തിച്ചത്. വാസ്തവത്തിൽ ഇസ്രായേൽ മക്കളുടെ വിടുതലിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഒരു മെയിൻ രംഗം, ഒരു വലിയ പ്രധാന റോളൊന്നും അഹരോനില്ലായിരുന്നു. അഹരോൻ എന്ന വ്യക്തി മോശ ഇങ്ങനെ പമ്മിക്കൂടി എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഫറവോൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള അയോഗ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ആ സമയത്ത് അപ്രതീക്ഷിതമായി, എൻ്റെ കൊച്ചു ചിന്തയാണേ, അതിനകത്ത് തിയോളജിയൊക്കെ കയറ്റിയിട്ട് ദൈവം എന്നാ മണ്ടനാണോ, ദൈവത്തിന് അറിയില്ലായിരുന്നോ അഹരോൻ എന്ന കഥാപാത്രം പൂർവ്വകാല നിത്യതയിലുണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് സാധാരണക്കാരോട് കൊച്ചു ചിന്തകളല്ലേ പറയുന്നത്. അതുകൊണ്ട് അവിടുത്തെ ചുറ്റുവട്ടം മാത്രം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തിനകത്ത് അഹരോനുണ്ടായിരുന്നു, പൗരോഹിത്യം ഉണ്ടായിരുന്നൊക്കെ ശരി തന്നെ. പക്ഷേ ഇവിടുത്തെ സാധാരണ നാടൻ ചിന്തയിൽ പറയുമ്പോൾ അഹരോൻ ഈ ചിത്രത്തിലേക്ക് കയറി വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? മോശ പമ്മിക്കൂടി കാര്യഗൗരവത്തോടെ നിൽക്കാതിരുന്നപ്പോൾ, പേടിയാന്നൊക്കെ മനസ്സിലായപ്പോൾ, അന്നേരമാണ് വിക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നേരമാണ് ദൈവം പറയുന്നത്, എന്നൊരു കാര്യം ചെയ്യേ, നീ നിൻ്റെ ചേട്ടൻ അഹരോനെ കൂടി വിളിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു വേക്കൻസി കിട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റല്ലല്ലോ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഈ അഹരോൻ എന്ന കഥാപാത്രം വാസ്തവത്തിൽ മോശയ്ക്ക് കൂട്ടുപോയതാണ്. ഫറവോൻ്റെ അടുക്കൽ പോകാൻ വേണ്ടി മോശയ്ക്ക് കൂട്ടുപോയതാണ് അഹരോൻ. മോശയ്ക്ക് കൂട്ടുപോയ അഹരോനെക്കുറിച്ച് ദൈവം തമ്പുരാൻ ഇത്രയും കരുതലും ഇങ്ങനെ ഒരു പദവിയും, പിന്നീട് പാളയത്തിലെ ഏറ്റവും വലിയ പദവിയായിരുന്നു ഈ മഹാപുരോഹിതനായിട്ട് അഹരോൻ വരിക എന്ന് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ മഹാപുരോഹിതനായിരുന്നല്ലോ അദ്ദേഹം. ധരിച്ച വസ്ത്രത്തെക്കുറിച്ചൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാചാലമായി കണക്ക് കൂട്ടി പ്രസംഗിക്കുന്ന കർത്തൃദാസൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വസ്ത്രത്തിനൊക്കെ അതിൽ പതിച്ചിരിക്കുന്ന പൊന്നും കല്ലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ടെന്ന്. അപ്പോൾ മോശയ്ക്ക് കൂട്ടുപോയ അഹരോനെക്കുറിച്ച് കർത്താവാം ദൈവത്തിന് ഇത്രയും വലിയ പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവം പറയുന്നത് കേട്ടനുസരിച്ച് ദൈവത്തിൻ്റെ പക്ഷത്ത് ദൈവത്തിന് വേണ്ടി മുന്നോട്ട് പോയാൽ നമ്മളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ദൈവത്തിൻ്റെ പ്ലാനിൽ ദൈവമക്കളെ. ഞാനൊരു സത്യം പറയട്ടെ, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വാക്യത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വാക്യത്തെ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വിഷയം ഇന്നത്തെ ചിന്ത വസ്ത്രമല്ല, ഈ അഹരോനും അല്ല, വിശേഷമല്ല, വിശുദ്ധ വസ്ത്രം, ഇതൊന്നുമല്ല. ഞാൻ ഈ വാക്ക് വായിച്ചിട്ട് ചിന്തിച്ചത്, ഞാൻ ഇന്നല്ല ഇന്നലകളിലൊക്കെ എൻ്റെ മനസ്സിലൂടെ കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. ഒരു ഭക്തന് വേണ്ടി കൂട്ടുപോയ അവനെ ധൈര്യപ്പെടുത്തുക. അല്ലെ, കൂട്ടുപോകുന്നവരുടെ പ്രത്യേകത എന്താ? ചില പേടിയുണ്ടായിരുന്നു മോശയ്ക്ക്. ആ പേടിയുള്ള മനുഷ്യൻ വിക്കുണ്ടെന്നുള്ള ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അത് നികത്താനല്ലേ നിങ്ങളൊന്ന് ഉറക്കെ ചിന്തിച്ചേ അഹരോൻ കൂടെ പോയേ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ബലഹീനത, അവൻ്റെ ഉൾഭയം, അവന് ധൈര്യക്കുറവ്, ഇതെല്ലാം ഉള്ളതിന് പരിഹാരമായിട്ട് ഒന്ന് ധൈര്യപ്പെടുത്താൻ, കൂടെ നിൽക്കാൻ ഒരു അപകട മുനമ്പിലേക്കാണ് മോശ പോകുന്നത്. ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് രണ്ട് ആൾക്കാർ ചെന്നിട്ട് ഈ ജനത്തെ മുഴുവൻ തരാനൊക്കെ പറയുന്നത് ചുമ്മാ ബാലരമക്കഥ പോലെ പറ്റിയില്ലല്ലോ, ഇതൊരു റിയൽ ഫാക്റ്റല്ലേ. അപ്പം അതിനു വേണ്ടി ധൈര്യപ്പെടുത്താൻ, കൂടെ നിൽക്കാൻ കോംപ്ലക്സ് ഉള്ളത് കൊണ്ട് അതൊന്ന് പകരം നാവായിരിക്കാൻ, അതിനുവേണ്ടി ഒരു ദൈവവൃത്തിൻ്റെ കൂടെ ചേട്ടനും അനിയനൊക്കെ പോട്ടെ, ദൈവം നിയോഗിച്ചൊരു മനുഷ്യന് കൂട്ടുപോയവനെ പാളയത്തിനകത്ത് ഇത്രയും കരുതിയെങ്കിൽ, ഇത്രയും മാനിച്ചെങ്കിൽ, അവൻ ധരിക്കേണ്ട വസ്ത്രം പോലും വിശേഷമുള്ളതായിരിക്കണമെന്ന് എൻ്റെ സ്വർഗത്തിലെ അപ്പം പറഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ദൈവദാസന്, ഒരു ദൈവസഭയ്ക്ക്
ഒരു ദൈവത്തിൻ്റെ നിയോഗം ഏറ്റെടുത്ത് റിസ്ക് ഉള്ളതാണ് ആത്മീക ശുശ്രൂഷ. വടക്കേ ഇന്ത്യയിലോ വലിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ കേരളത്തിൽ എവിടെയെങ്കിലോ എങ്ങോട്ടാട്ടെ നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് കർത്തൃദാസനെയോ അദ്ദേഹത്തിൻ്റെ ബലഹീനതയിൽ, അദ്ദേഹത്തിൻ്റെ പോരായ്മയിൽ, അദ്ദേഹത്തിൻ്റെ അധൈര്യം ഉണ്ടാകുന്ന, ശക്തി ക്ഷയിച്ചു പോകുന്ന, അദ്ദേഹം വീക്കായി പോകുന്നൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നിൽക്കാമെങ്കിൽ, ഒരു കൈത്താങ്ങൽ കൊടുക്കാമെങ്കിൽ, ഒരു ദൈവിക പദ്ധതിക്ക് കൂട്ടാളിയായിരിക്കാമെങ്കിൽ അവർ ധരിക്കുന്ന വസ്ത്രം പോലും പിന്നത്തേതിൽ. ആ കാലമൊക്കെ കഴിഞ്ഞു. ഫറവോൻ്റെ മുമ്പിൽ പോയി പ്രതിസന്ധികളെ തരണം ചെയ്തു, മോശയെ സപ്പോർട്ട് ചെയ്തു, മോശയ്ക്ക് ബലമായിരുന്നു, മോശയോട് കൂടെ നിന്നു, മോശയ്ക്ക് വേണ്ടി സംസാരിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അഹരോൻ എന്തൊക്കെ ചെയ്തെന്ന് നിങ്ങളൊന്ന് കുത്തിക്കുറിച്ചെടുക്കണം കേട്ടോ. പിന്നീട് കാളക്കുട്ടയും ഉണ്ടാക്കിയതൊക്കെ ശരിയാണ്. പക്ഷേ കൂടെ നിന്ന കാലത്ത് മോശയുടെ നട്ടല്ലായി നിന്നു. അങ്ങനെ വേണം ഒരാളുടെ കൂടെ നിൽക്കാൻ. പാലം വലിക്കരുത്, കാലേ ചവിട്ടരുത്. അവരെ ദൈവം പരിഗണിക്കും. ഞാൻ കരഞ്ഞോണ്ടാണ് പറയുന്നത്. ഒരു കർത്തൃദാസന് എൻ്റെ ഉള്ളിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട് ദൈവമക്കളെ. എന്നോടുള്ള ബന്ധത്തിൽ ഒത്തിരി പേർ കൂടെ നിന്നവർ, കരുതിയവർ, കൈത്താങ്ങൽ തന്നവർ, ധൈര്യം തന്നവർ, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞവർ, ബലഹീനതയിൽ ചേർത്ത് പിടിച്ചവർ. ഒരു ദൈവദാസനോടുള്ള ബന്ധത്തിൽ അവരെ വിശേഷ വസ്ത്രം അണിയിക്കുന്നൊരു ദിവസമുണ്ട്. അവർക്ക് വേണ്ടി വേറെ ആരെക്കുറിച്ചും പറയാത്ത രീതിയിൽ മോശയ്ക്ക് ബലമായി നിന്ന, മോശയ്ക്ക് കൂട്ടുനിന്ന, മോശയ്ക്ക് ധൈര്യം പകർന്നു കൊടുത്ത, മോശയെ ചേർത്ത് പിടിച്ച, ഇവിടെ ഒരപ്പൻ്റെ മക്കൾ, ചേട്ടൻ, അനിയനൊന്നുമില്ല ദൈവത്തിന്. മോശ എന്ന ദൈവദാസന് എല്ലാമായി നിന്ന് ആ മനുഷ്യനെ മറക്കാതെ അവൻ്റെ വസ്ത്രം പോലും വിശേഷമുള്ളതായിരിക്കണമെന്ന് ആഗ്രഹിച്ച സ്വർഗത്തിൻ്റെ ദൈവം, ആ ദൈവത്തെ മുഖതാവിൽ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, കൃപയുള്ളവരുടെ കൂടെ നിന്ന് കൈത്താങ്ങൽ കൊടുത്ത് ദൈവകൃപയിൽ നിലനിർത്തി ദൈവിക പദ്ധതിയിൽ പങ്കാളിയായി അങ്ങനെ ദൈവസന്നിധിയിൽ നിന്നാൽ അവരെ വിശേഷ വസ്ത്രം കൊടുത്ത് ആദരിക്കുന്നൊരു ദിവസമുണ്ട്. ഞാൻ നിങ്ങളെയൊക്കെ കാണുക, നിങ്ങളെല്ലാവരെയും. സ്വർഗം അങ്ങനെ നമ്മെ ഓർക്കട്ടെ, നിങ്ങളെ ഓർക്കട്ടെ. അതിനുള്ള യോഗ്യത നമുക്കുണ്ടാകട്ടെ. മോശയോട് പറഞ്ഞു, ആ വാക്കെന്നെ ത്രസിപ്പിച്ചു. ചേട്ടായിക്ക് ഒരു കുപ്പായം മേടിച്ചു കൊടുത്തതല്ല. ദൈവം പറഞ്ഞു മോശയോട്, അഹരോനെ മാനിച്ചേക്കണം, അവനെ വിശേഷ വസ്ത്രം ധരിപ്പിച്ചേക്കണം. ഞാൻ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ, ചിന്തിക്കട്ടെ. നിങ്ങളെ ദൈവം മറക്കില്ല. നിങ്ങളെയും കുറിച്ചുള്ള വിചാരം നിമിത്തം വേണ്ടപ്പെട്ടവരോട് പറയും, അവൻ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നതുപോലെ കൂടെ നിന്നത്. അതുകൊണ്ട് അവൻ്റെ വസ്ത്രം ഇന്നതായിരിക്കണം, അവൻ ഇന്ന പദവിയിലായിരിക്കണം, മാനിക്കപ്പെടണം, അവൻ്റെ പിള്ളേരും അനുഗ്രഹിക്കപ്പെടണം. ബാക്കി നിങ്ങൾ ചിന്തിച്ചെടുത്തോ. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഈ ചിന്തകളാൽ ഞങ്ങളെ ധന്യമാക്കണം. കർത്താവേ, ഇത് കേൾക്കുന്ന ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയോട് കൂട്ടുനിന്നവരെയൊക്കെ മാനിച്ചേക്കണം. അവർക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.